ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഏറ്റവും വലിയ ഭീഷണിയാണ് PFI എന്ന് NIA. ഇന്ത്യ പാക് യുദ്ധമുണ്ടായാൽ ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിട്ടിരുന്നുവെന്നും NIA വ്യക്തമാക്കുന്നു. ബി ബാലകുമാറിന്റെ ബാലു, ഇത് കോടതി അറിയിച്ച കാര്യമാണോ? ഗൗരവതരമാണല്ലോ. വളരെ ഗൗരവതരമായ ഈ കാര്യം ഡൽഹിയിലെ പട്ടേൽ ഹൗസ് കോടതിയെയാണ് NIA ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കൾക്കെതിരായ കേസിൽ ബന്ധപ്പെട്ട വാദങ്ങൾക്കിടയിലാണ് NIAയുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇക്കാര്യം ഈ പട്ടേൽ ഹൗസ് കോടതിയിലെ പ്രത്യേക കോടതി ജഡ്ജിയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വലിയ ഭീഷണിയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് ഈ NIA പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യ പാക് യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ ഈ മുഴുവൻ ശ്രദ്ധയും വടക്കേ ഇന്ത്യയിലായിരിക്കും. ആ സമയത്ത് ദക്ഷിണേന്ത്യയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ദക്ഷിണേന്ത്യ കൈക്കലാക്കുക അല്ലെങ്കിൽ ദക്ഷിണേന്ത്യ തങ്ങളുടെ പിടിയിലാക്കുക എന്ന ലക്ഷ്യം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ഈ NIAയുടെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ക്ലാസുകളിൽ ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഒരു സംരക്ഷിത സാക്ഷി തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയിട്ടുണ്ട് എന്നുമാണ് NIAയുടെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഹിന്ദുക്കൾക്കെതിരെ ഈ വിദ്വേഷം പടർത്തുകയും ഈ ഇന്ത്യയിൽ ഇസ്ലാം വലിയ ഒരു ഭീഷണി നേരിടുകയാണെന്ന് മുസ്ലിം യുവാക്കൾക്കിടയിൽ ഒരു ഭീതി പടർത്തുകയും ഒക്കെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെയ്തിരുന്നുവെന്നും ഇതിലൂടെ ചില മുസ്ലിം യുവാക്കളെയെങ്കിലും ഈ ജിഹാദിന്റെ ഭാഗമാക്കുവാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് സാധിച്ചു എന്നുമാണ് ഈ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ PFI നേതൃത്വത്തിനെതിരായ ഈ കേസിൽ നിലവിൽ ഈ NIAയുടെ വാദം കോടതിയിൽ പൂർത്തിയായി. ഇനി PFIയുടെ അഭിഭാഷകരുടെ വാദമാണ് കോടതിയിൽ നടക്കേണ്ടതായി ഉള്ളത്.